നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തെ ഒരുപക്ഷെ തളർത്തിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ്. ശത്രുദോഷം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് എനിക്ക് ഇത്രയും തടസ്സങ്ങൾ വരുന്നത് എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് എല്ലാവരും നിങ്ങളെ സ്നേഹിക്കണം എന്നില്ല. നിങ്ങൾ വളരുന്നത് കാണുമ്പോഴോ, നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നത് കാണുമ്പോഴോ മനസ്സിൽ അസൂയ തോന്നുന്ന ഒരു വിഭാഗം ആളുകൾ എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടാകും. ആ അസൂയ ഒരുതരം നെഗറ്റീവ് ഊർജമാണ്. പുരാണങ്ങളിൽ ഇതിനെ കണ്ണേറ് എന്നും ദൃഷ്ടിദോഷം എന്നും വിളിക്കുന്നു. നേരിട്ട് വന്ന് യുദ്ധം ചെയ്യുന്ന ശത്രുവിനേക്കാൾ അപകടകാരിയാണ് കൂടെയിരുന്ന് ചിരിക്കുകയും ഉള്ളിൽ വിഷം കൊണ്ട് നടക്കുകയും ചെയ്യുന്നവർ. അവർ അറിയാതെ പോലും അയക്കുന്ന ആ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ബിസിനസ്സിനെ തകർക്കാം, നിങ്ങളുടെ കുടുംബ സമാധാനം നശിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാം. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ പൂർവികർ പകർന്നു തന്ന അതീവ ശക്തമായ ഒരു താന്ത്രിക വിദ്യയാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനായി ഒരു തീപ്പെട്ടി ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശക്തിയുള്ളതാണ് അഗ്നി. അഗ്നി ഒരേ സമയം സ്രഷ്ടാവുമാണ്, സംഹാരകനുമാണ്. എന്തിനേയും ശുദ്ധീകരിക്കാനുള്ള കഴിവ് അഗ്നിക്കുണ്ട്. തീപ്പെട്ടിക്കുള്ളിലെ ഓരോ കൊള്ളിയും ഗന്ധകത്താൽ നിർമ്മിതമാണ്. ആത്മീയ ശാസ്ത്രപ്രകാരം നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള അസാധാരണമായ കഴിവ് ഗന്ധകത്തിനുണ്ട്. നമ്മളൊരു പേപ്പറിൽ ശത്രുവിന്റെ പേരോ അല്ലെങ്കിൽ ശത്രു എന്നോ എഴുതി തീപ്പെട്ടിക്കുള്ളിൽ വയ്ക്കുമ്പോൾ അഗ്നിയുടെ ആ ഒരു അംശം ആ നെഗറ്റീവ് ഊർജത്തെ ബന്ധനസ്ഥനാക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെറുമൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് നമ്മുടെ പ്രപഞ്ചത്തിലെ ഊർജത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ്. പുരാതന കാലത്ത് ഋഷിമാർ അഗ്നിഹോത്രങ്ങളിലൂടെയും ഹോമങ്ങളിലൂടെയും ചെയ്തിരുന്നതിന്റെ വളരെ ലളിതമായ ഒരു രൂപമാണിത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിന് പണച്ചെലവില്ല, പക്ഷെ മനസ്സിന്റെ ഏകാഗ്രത വളരെ പ്രധാനമാണ്. ശനിയാഴ്ചയോ ബുധനാഴ്ചയോ ആണ് ഏറ്റവും ഉത്തമം. ശനി ഗ്രഹവും രാഹുവും തടസ്സങ്ങളുടെയും ശത്രുതയുടെയും അധിപന്മാരാണ്. ഈ ദിവസങ്ങളിൽ പരിഹാരം ചെയ്യുന്നത് പെട്ടെന്ന് ഫലം നൽകും. രാഹുകാലം നോക്കി ചെയ്യുന്നത് കൂടുതൽ ഗുണകരമാണ്. ഈ കർമ്മം ചെയ്യുമ്പോൾ മറ്റാരും കാണാൻ പാടില്ല. രഹസ്യം എന്നാൽ ഊർജം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നാണ് അർത്ഥം. നിങ്ങൾ ഇത് ചെയ്യുന്നത് മറ്റൊരാൾ കണ്ടാൽ അവരുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയും കർമ്മത്തിന്റെ തീവ്രത കുറയ്ക്കുകയും ചെയ്യും. ഒരു വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് ശത്രുവിന്റെ പേരെഴുതുക. കറുപ്പ് നിറം നെഗറ്റീവ് എനർജിയെ ആവാഹിക്കാൻ സഹായിക്കുന്നു. പേരെഴുതിയ ശേഷം ആ പേപ്പർ തീപ്പെട്ടിക്കുള്ളിലെ കൊള്ളികൾക്ക് മുകളിലായി വയ്ക്കുക. ഈ തീപ്പെട്ടി നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് 24 മണിക്കൂർ ഉണ്ടായിരിക്കണം. നമ്മുടെ ശരീരത്തിനു ചുറ്റും ഓറ എന്നൊരു ഊർജവലയമുണ്ട്. ശത്രുക്കൾ അയക്കുന്ന ദോഷങ്ങൾ ആദ്യം ഈ വലയത്തിലാണ് വന്നു തട്ടുന്നത്. തീപ്പെട്ടി നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ആ നെഗറ്റീവ് വൈബ്രേഷനുകളെ അത് വലിച്ചെടുക്കും. രാത്രി ഉറങ്ങുമ്പോൾ തലയണയുടെ അടിയിൽ വയ്ക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ശുദ്ധീകരിക്കാനും സഹായിക്കും. അവസാന ഘട്ടം ഏറ്റവും പ്രധാനമാണ്. 24 മണിക്കൂറിന് ശേഷം ഈ തീപ്പെട്ടി മണ്ണിൽ കുഴിച്ചു മൂടണം. ഭൂമിക്ക് എന്തിനേയും ഉൾക്കൊള്ളാനും നിർവീര്യമാക്കാനുമുള്ള കഴിവുണ്ട്. തീപ്പെട്ടി കുഴിച്ചിടുമ്പോൾ മനസ്സിൽ ഇങ്ങനെ പറയുക, എന്റെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും ഈ മണ്ണിൽ അവസാനിക്കട്ടെ, എന്നെ ഉപദ്രവിക്കാൻ വരുന്നവരുടെ ബുദ്ധി മാറട്ടെ. സ്റ്റാർ തുളസി ഒഴികെയുള്ള ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ വിജനമായ സ്ഥലത്തോ ഇത് ചെയ്യാം. കുഴിച്ചിട്ട ശേഷം തിരിഞ്ഞു നോക്കാതെ നേരെ വീട്ടിലേക്ക് വരിക. വീട്ടിലെത്തി ശുദ്ധിയാകുന്നത് നിങ്ങളുടെ ഊർജത്തെ പുനഃക്രമീകരിക്കാൻ സഹായിക്കും. വിശ്വസിച്ച് ചെയ്താൽ മാറ്റം ഉറപ്പാണ്. നിങ്ങളുടെ മനസ്സിനാണ് ഏറ്റവും വലിയ ശക്തി. ആരെയും ദ്രോഹിക്കാനല്ല, നമ്മളെ സംരക്ഷിക്കാനാണ് ഈ വിദ്യ. ഇതുപോലെയുള്ള തടസ്സങ്ങൾ മാറാനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും നമ്മൾ എല്ലാ ആഴ്ചയും നടത്തുന്ന സർവ്വ ഐശ്വര്യ പൂജയിൽ
നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ വിഷമങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.